ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. നമ്മൾ ഇന്നലത്തെ പ്രൊമോയിൽ കണ്ടൊരു വലിയ അടി അതിപ്പോൾ ലൈവിൽ നടന്നിരിക്കുകയാണ്. എന്താണ് സംഭവം എന്നും നമുക്ക് അനിമോളുടെ ഗെയിമിനെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാം. അനിമോള് ഒരു എക്സ്ട്രാ ഓർഡിനറി ഗെയിമറായിട്ട് നമുക്ക് പറയാറായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അനിമോള്, ഇടയ്ക്കൊക്കെ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണെങ്കിലും പലപ്പോഴും ഒരു തനി നാട്ടുംപുറത്തുകാരിയായിട്ട് ഒരു തനി മലയാളിയായിട്ട് നിൽക്കുന്ന ഒരു ജെന്യുവിൻ പേഴ്സൺ ആയിട്ടാണ് എനിക്ക് അനിമോളെ തോന്നിയിട്ടുള്ളത്. അനിമോളുടെ കേസ് പറയുമ്പോൾ കുറേയേറെ നെഗറ്റീവ്സും കുറെ പോസിറ്റീവ്സും ഉള്ള ഒരു ക്യാരക്ടറാണ് അനിമോളുടേത്. അപ്പൊ ഇവിടെ ഇന്നിപ്പോ രാവിലെ സംഭവിച്ചെന്ന് പറയുന്നത് കിച്ചണില് ചപ്പാത്തിയും കറിയും, അത് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു കറിയാണ്. ഈ കറിയുമാണ് ഇവർ പ്ലാൻ ചെയ്തത്. അപ്പൊ ചപ്പാത്തി ഇവർ ഉണ്ടാക്കിയത് 3 ചപ്പാത്തി ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ 2 ആയിട്ട് ഉണ്ടാക്കാനേ ഉള്ളൂ. ഈ ചെറിയ 3 ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന സമയം കുറെ സമയം വേസ്റ്റ് ആവും. ഇപ്പൊ 2 ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത്രയും ടൈം വേസ്റ്റ് ആവത്തില്ല. ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ തന്നെ കുറെ സമയം രാവിലെ അവർക്ക് പോയി. രണ്ടാമത് ഈ ചപ്പാത്തി 3 വീതം ഉണ്ടാക്കി അത് കഴിഞ്ഞ് കറി ഉണ്ടാക്കാൻ സമയത്ത് ഈ അനിമോളിൽ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ഇട്ടപ്പോൾ നൂറയും ആദിലയും പറഞ്ഞു നമുക്ക് വല്ല പരിപ്പ് കറി ഉണ്ടാക്കാം, അതാണ് എളുപ്പം. ഇത് കട്ട് ചെയ്ത് എല്ലാം ഇത്രയും ആളുകൾക്ക് ഇത് വെച്ചുണ്ടാക്കാൻ കുറെ സമയം എടുക്കും. 1-2 പേരല്ലോ, നമ്മളെ വീട്ടിലുണ്ടാക്കും പോലല്ല, ഒരുപാട് പേര് അവിടെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാം സമയം എടുക്കും. ഉരുളക്കിഴങ്ങിന്റെ എണ്ണം കൂടുതൽ വേണം, ഉള്ളി കൂടുതൽ വേണം, എല്ലാം കൂടുതൽ വേണം. അപ്പൊ അതുകൊണ്ട് ഇവര് പറഞ്ഞപ്പോൾ അനിമോൾ പറഞ്ഞില്ല, വേണ്ട നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അനിമോൾ ഇത് തന്നെ ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. ഇതിനകത്ത് ഞാൻ കണ്ട ഒരു പ്രശ്നം, അനിമോൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്ത് എല്ലാവരുടെയും പ്രശംസ വാങ്ങണം. തനിക്ക് കിച്ചൺ ടീം നല്ലപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇവിടെ ആരെക്കാളും നന്നായിട്ട് താൻ കുക്ക് ചെയ്യും, താൻ നന്നായിട്ട് കിച്ചൺ ടീം ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു വാശിയോടെയാണ് അനിമോൾ കിച്ചൺ ടീമിൽ നിൽക്കുന്നത്. അവിടെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നേ ഇല്ല. അനിമോൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഗെയിം കളിക്കാനാണ് പോകുന്നത്. അവിടെ കുക്ക് ചെയ്തിട്ട് ആരുടെയും പ്രശംസ വാങ്ങാൻ വേണ്ടിയിട്ടല്ല. ഇപ്പൊ മറ്റുള്ളവര് അനിമോൾ അടിപൊളിയായിട്ട് കുക്ക് ചെയ്ത് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അനിമോൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇത് ഈ വച്ചു കൊടുക്കുന്ന സാധനം വായിൽ വെച്ച് ഒന്ന് ഇറക്കി ഒരു 5 മിനിറ്റ് ആവുന്നതിന് മുമ്പ് തിരിച്ചു നിന്ന് അനിമോളെ കുറ്റം പറയും. കാരണം ഇത് ബിഗ് ബോസ് ആണ്. ഇവിടെ ആരെയും പ്രൊമോട്ട് ചെയ്യാനോ ആരെയും പ്രശംസിച്ചങ്ങ് കൊമ്പത്തോണ്ടിരുത്താനോ വേണ്ടി വന്നിട്ടുള്ളവരല്ല. കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ജിസേലിന് സ്റ്റാറുകൾ വാരിക്കോരി കൊടുത്തവരുൾപ്പെടെ ഇന്ന് ജിസേലിനെതിരെയായി. അപ്പൊ ഇത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി അനിമോൾക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അനിമോൾ ഉണ്ടാക്കുന്ന ഫുഡ് നല്ല ടേസ്റ്റി ഫുഡാണെന്ന് അക്ബർ പറയുന്നുണ്ട്. പക്ഷേ അക്ബറും ഷാനവാസും ഉൾപ്പെടെ സകലരും ഇവിടെ പലരും ഗുളിക കഴിക്കുന്നവരാണ്. നമുക്കിപ്പോ നല്ല രുചിയുള്ള ഭക്ഷണം ഇല്ലെങ്കിലും സമയത്തിന് എന്തെങ്കിലും കിട്ടിയാലും മതി എന്ന് പറയുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ ഒരു 2 വീക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബിഗ് ബോസ് അവർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് കൊടുത്തിരിക്കുന്നത്. അവർ പഞ്ചസാരയും കൂട്ടി കഴിച്ചിട്ടുണ്ട്, വെറും ഉപ്പുമാവ് മാത്രമായി തിന്നിട്ടുണ്ട്, വെറും ദോശ കഴിച്ചിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്ന അവസ്ഥയിലേക്ക് അവർ മാറിക്കഴിഞ്ഞു. അവർക്ക് ഭയങ്കര ടേസ്റ്റി ഫുഡ് വേണമെന്നോ അല്ലെങ്കിൽ മറ്റേ ലക്ഷറി എന്താ പറയാ ട്രീറ്റ്മെന്റ് കിട്ടണമെന്നൊന്നും അവർക്ക് ആഗ്രഹിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല അവര്. ഇട്ട് മാറാനുള്ള വസ്ത്രം പോലും പരിമിതമായിട്ടുള്ള, മേക്കപ്പ് ഐറ്റംസ് ഇല്ലാത്ത, വളരെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ അവർ ശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അനിമോളുടെ ടേസ്റ്റി ഫുഡിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ അവർക്ക് സമയത്തിന് ഫുഡ് എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നായിരിക്കും അവരിൽ പലരും ചിന്തിക്കുന്നത്. ഇതിനൊക്കെ അപ്പുറം അവിടെ നേരത്തെ ഉണ്ടായിരുന്ന കിച്ചൺ ടീമിലുള്ള ആൾക്കാർ ആഗ്രഹിക്കുമോ അനിമോൾ അവരെക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യണമെന്ന്? അപ്പൊ എന്തെങ്കിലും ഒരു വീഴ്ച അനിമോളുടെ ടീമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരത് ചൂണ്ടിക്കാണിക്കും. ഇവിടെ സമയം വൈകി എന്നുള്ളതൊരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ തന്നെയാണ്. ഇത്രയും ആളുകൾക്ക് നല്ല അടിപൊളി രുചികരമായ ഫുഡ് തരാമെന്ന് പറഞ്ഞിട്ട് 9 മണിക്കോ 10 മണിക്കോ കഴിക്കേണ്ട രാവിലത്തെ ഭക്ഷണം ഉച്ചയ്ക്ക് 12 മണിക്ക് കൊടുത്താൽ അവരും ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ സമയം വൈകി എന്നുള്ളത് കൊണ്ടാണ് എല്ലാവരും അടിയുണ്ടാക്കുന്നത് എന്നുള്ളത് ഒരു വാലിഡ് ആയിട്ടുള്ള കാര്യമാണ്. അതിനാരെയും തെറ്റ് പറയാൻ പറ്റില്ല. ചിലർ ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. ഇനി അനിമോളുടെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അനിമോള് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് കേട്ടോ ജോലി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ അവിടെ പണിയെടുക്കുന്നുണ്ട് കിച്ചൺ ടീമിൽ. ഏറ്റവും ആത്മാർത്ഥമായിട്ട് തന്നെ പരാതികളൊന്നും പറയാതെ അനിമോള് ജോലി ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഡേയിലെ രാവിലെ 5 മണിക്ക് എണീറ്റ് ഡ്യൂട്ടി ചെയ്യാൻ കയറിയ ആളാണ് അനിമോള്. പക്ഷെ അന്ന് തന്നെ അനിമോൾക്ക് മറ്റുള്ളവരുടെ വായിരിക്കുന്ന വേറെ പല കാരണങ്ങൾ കൊണ്ട് കിട്ടുകയും ചെയ്തു. അപ്പൊ താൻ കൊടുക്കുന്ന എഫേർട്ടിന് അർഹിക്കുന്ന ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു അംഗീകാരം തനിക്ക് കിട്ടുന്നില്ല എന്ന് അനിമോൾക്ക് നന്നായിട്ടൊരു ഫീൽ ഉണ്ട്. അനിമോൾ അതിൻ്റെതായ നീരസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അനിമോളുടെ കേസിൽ അനിമോളുടെ ടീമിലുള്ളവർക്ക് പോലും അനിമോളുടെ അടുത്ത് എതിർപ്പുണ്ട്. അപ്പാനി ശരത്ത് പുള്ളി ആ ടീമിന്റെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് അടി ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് മിണ്ടാ നിന്ന് പോവാണ്. എന്നാൽ ആദിലയും നൂറയും ശാരികയും ഉൾപ്പെടെയുള്ളവർ പലപ്പോഴും അനിമോളുടെ ഭാഗത്തെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അനിമോളുടെ ഭാഗത്തെ തെറ്റെന്ന് പറയുന്ന എല്ലാം ഞാൻ ചെയ്താലേ ശരിയാവൂ, ഒരു പെർഫെക്ഷനിസ്റ്റ് എന്നൊക്കെ പറയാവുന്ന ഒരാള്, ഞാൻ ചെയ്താലേ എനിക്കത് ശരിയാവുള്ളൂ, നിങ്ങളാരും ചെയ്താൽ അത് ശരിയാവത്തില്ല. ഇപ്പൊ കറി ഇളക്കാനാണെങ്കിൽ ഞാൻ ഇളക്കിയാലേ ശരിയാവും. ഇപ്പൊ കപ്പ മുഴുങ്ങുമ്പോ പോലും ഞാൻ ഇളക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരാള്. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അനിമോള്. രണ്ടാമത് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, ഈ നാട്ടിൻപുറത്തുള്ള ചില ആൾക്കാരുണ്ട്, ഈ പെട്ടെന്ന് നീ അവിടെ മാറില്ലേ എന്നൊക്കെ പറയുന്ന കൈൻഡ് ഓഫ് ആൾക്കാര്. നീ എന്തോ ചേട്ടാ ഞാൻ ചെയ്യാം, നിനക്ക് കണ്ടുകൂടെ, നീ എന്തോ നോക്കണേ അങ്ങനെയൊക്കെ പറയുന്ന ഒരു തിരുവനന്തപുരം സ്റ്റൈൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അനിമോളുടേത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല.
നമ്മൾ നിൽക്കുന്ന നമ്മളെ വീട്ടിലല്ല, നമ്മൾ നിൽക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലല്ല. അവർക്കറിയാം നമ്മൾ ഇങ്ങനെയാണ്, ഓ അവളിങ്ങനെയാണ്, അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവളെ സ്വഭാവം അതാണ് എന്നിവർക്ക് അറിയാം. പക്ഷെ നമ്മൾ നിൽക്കുന്നത് ബിഗ് ബോസിലാണ്. ബിഗ് ബോസിൽ എന്ന് പറയുന്നത് അവിടെ പലരെയും ചിലപ്പോൾ അനുമോള് മുമ്പ് കണ്ടിട്ടുള്ളവരൊക്കെ ആയിരിക്കാം. പക്ഷെ തികച്ചും അപരിചിതരായിട്ടുള്ള മനുഷ്യരാണ് അവര്. അവര് എങ്ങനെ പെരുമാറുന്നു, അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നൊന്നും പ്രഡിക്റ്റബിളും അല്ല. അപ്പൊ ഇവിടെ അനുമോളുടെ ആ ഒരു തനത് ശൈലിയിൽ റിയാക്ട് ചെയ്യുമ്പോൾ അത് അവിടെയുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇത് അനുമോളുടെ കുഴപ്പമല്ല. ഞാൻ പറയുന്നത് ഇത് അനുമോളുടെ എന്തെങ്കിലും ഒരു തെറ്റായിട്ട് എനിക്കിത് പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനത്തെ മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട്. അത് ഞാൻ അങ്ങോട്ട് മാറിയില്ലേ. ഇത് അവര് ഭയങ്കര ദേഷ്യം ഉണ്ടായിട്ടോ വെറുപ്പുണ്ടായിട്ടോ പറയുന്നല്ല, അവരുടെ ഒരു വേ ഓഫ് ടോക്ക് അങ്ങനെയാണ്. ആ ഒരു രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ഇതെന്തോ ഇങ്ങനെയാണോ ചെയ്യുന്നത്, എടാ ഇത് ഇങ്ങനെയാണോ കട്ട് ചെയ്യേണ്ടത്, നിനക്ക് പറഞ്ഞു കൊടുത്തത് കൊച്ചു കുട്ടിയാണോ, ഇങ്ങനെയൊക്കെ ചോദിക്കും. ഇത് മറ്റേ ആളുടെ ഭയങ്കര ഒഫൻഡഡ് ആയിട്ട് തോന്നാം. ഇവളിതെന്ത് ഇങ്ങനെ സംസാരിക്കുന്നത്, ഞാൻ തോന്നുന്നു അവളുടെ കളിപ്പിള്ളയാണോ, ഇങ്ങനെയാണോ അവള് സംസാരിക്കേണ്ടത്, റെസ്പെക്ട് വേണ്ടേ എന്നൊക്കെ അവർക്ക് തോന്നാം. ഇത് ആര്യന് അനുമോളെടുത്ത് തോന്നിയിട്ടുള്ള കാര്യമാണ്. അനുമോളുടെ ഈ ഒരു നേച്ചർ അവരുടെ ടീമിൽ തന്നെ ഉള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഈവൻ ഞാൻ പലപ്പോഴും നോട്ടീസ് ചെയ്തിട്ടുണ്ട്, ഈ നൂറ ആദില ആ പിള്ളേരെ മിക്കവാറൊക്കെ മിണ്ടാ നിൽക്കും കേട്ടാ, വെറുതെ പ്രശ്നം വേണ്ടെന്ന് പറഞ്ഞിട്ട്. പലപ്പോഴും അങ്ങോട്ട് മാറിയില്ല, ഞാൻ ചെയ്യാം, ഇങ്ങനെയാണോ തിളക്കുന്നത് എന്നൊക്കെ ചോദിക്കും കിച്ചണിൽ നിന്നുകൊണ്ട്. അപ്പൊ അതിലേക്ക് ഇങ്ങനെ എന്ത് പറയാനെന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു ക്യാരക്ടർ അനുമോളുടേത് എല്ലാവർക്കും ഡൈജസ്റ്റ് ആവത്തില്ല. പക്ഷെ അത് മാറ്റി വെച്ച അനുമോൾ എനിക്ക് തോന്നുന്നു വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ലേഡി ആയിട്ടാണ് തോന്നുന്നത്. അങ്ങനെ ഒരു ക്രൂക്കറ്റ് മൈൻഡ് ഉള്ള ആളൊന്നുമല്ല. അത്യാവശ്യം അസൂയയും കുശുമ്പും ഒക്കെ ഉള്ള ഒരു സാധാരണക്കാരിയായിട്ടുള്ള മലയാളി പെൺകുട്ടി, അത്രേ ഉള്ളൂ. അവർക്ക് കുറെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ ഉണ്ട്. പക്ഷെ ഈ പേരിൽ മറ്റുള്ളവരെ കുറ്റം പറയാനും പറ്റില്ല. ഫുഡ് ഡിലേ വന്നു കഴിഞ്ഞാൽ മനുഷ്യനല്ലേ, വിശക്കില്ലേ? അപ്പൊ അനുമോള് ചോദിക്കുന്നുണ്ട് എനിക്കും വിശക്കുമല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. കിച്ചൺ ടീമിന്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് കറക്റ്റ് ടൈമിൽ ഫുഡ് കൊടുക്കുക എന്നുള്ളത്. പിന്നെ സെലക്റ്റീവ് ആയിട്ടുള്ള പ്രതികരണങ്ങൾ അവിടെയുണ്ട്. ഇപ്പൊ അനുമോളുടെ കാര്യം വരുമ്പോ എല്ലാവർക്കും ഭയങ്കര ആവേശമാണ് പ്രതികരിക്കാൻ. എന്നാൽ ജിസേലിന്റെ ആര്യന്റെ എന്നും കാര്യം വരുമ്പോ ഈ ആവേശം അവിടെ ആരും കാണിക്കുന്നില്ല. ഈ ഡബിൾ സ്റ്റാൻഡേർഡ്സും അനുമോൾ അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ കുറെയൊക്കെ വസ്തുതയുമുണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് അനുമോളുടെ സ്വന്തം ടീമിൽ നിന്ന് തന്നെ അനുമോളുടെ പ്രവർത്തികളോട് എതിർപ്പ് വന്ന സ്ഥിതിക്ക് അനുമോൾ തിരുത്തേണ്ടതുണ്ട്. കാരണം ഒരു ടീം വർക്കാണ്. ബിഗ് ബോസിനകത്ത് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഒരു ടീം വർക്കാണ്. അവിടെ ഒരാൾക്ക് ഏകപക്ഷീയമായിട്ട് തീരുമാനിക്കാൻ പറ്റില്ല. എനിക്ക് ആക്ച്വലി അപ്പാനെ കാണുമ്പോൾ സഹതാപമൊക്കെ തോന്നുന്നുണ്ട്. കാരണം മൂപ്പർ അഡ്ജസ്റ്റ് ചെയ്യുവാണെന്നേ. അപ്പാനി അങ്ങ് ഒതുങ്ങിപ്പോയി 2 ദിവസമായിട്ട്. കാരണം കിച്ചൺ ടീമിൽ ഒരു പ്രശ്നം വേണ്ട എന്നുള്ള രീതിയിലാണ് അപ്പാനി അവിടെ നിൽക്കുന്നത്. അപ്പൊ അനുമോള് ഇത് മനസ്സിലാക്കേണ്ടത് ടീം വർക്കായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ടീം വർക്കായിട്ട് ആലോചിച്ച് ചെയ്യണം. ഇപ്പൊ അപ്പാനി തുടക്കത്തില് കിച്ചൺ ടീമിൽ ആരും കേട്ടണ്ട എന്ന് എല്ലാവരും തീരുമാനമെടുത്തിട്ട് ഇവരോട് ആലോചിക്കാതെ അപ്പാനി അകത്ത് ആളെ കയറ്റിയപ്പോ എല്ലാവർക്കും അപ്പാനിയുടെ അടുത്തൊരു ദേഷ്യം. ഞാനും പറഞ്ഞു അപ്പാനി ചെയ്ത തെറ്റാണെന്ന്. അതുപോലെ കിച്ചൺ ടീം കുക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് കറി ഉണ്ടാക്കണം, എന്ത് ഭക്ഷണം ഉണ്ടാക്കണം എന്നൊക്കെയുള്ള കാര്യം എല്ലാവരും ചേർന്ന് തീരുമാനിച്ചാണ് എടുക്കേണ്ടത്. അല്ലാതെ ഞാൻ വലിയ കുക്കാണ്, എനിക്ക് എന്തൊക്കെയോ പ്രൂവ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് കയറി വലിയ ആളാവാൻ നോക്കിയാൽ, മെയിൻ ആവാൻ നോക്കിയാൽ വേറെ ആരും അതൊന്നും സമ്മതിച്ചു തരത്തില്ല. കാരണം ഇത് ബിഗ് ബോസ് ആണ്. അവിടെ ആരും ആരുടെയും മറ്റേ അങ്ങ് കൊമ്പത്തിരിക്കുന്ന ആളോ അല്ലെങ്കിൽ ഞാൻ വലിയ ആർട്ടിസ്റ്റ് ആണ്, എനിക്ക് കുറെ ഫാൻസ് പുറത്തുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ അനുഭവങ്ങൾക്കുണ്ട്. അപ്പാനിക്കുണ്ട് കേട്ടോ, ഇവർക്കുണ്ട്. ഞാൻ വലിയ സംഭവമാണ്, ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, എനിക്ക് പുറത്ത് ഫാൻസ് ഉണ്ട്, ഞാൻ വലിയ സ്റ്റാർ ആണ് എന്നൊക്കെയുള്ള തോന്നല് പലർക്കും ഉണ്ട്. ഈ തോന്നലുകളൊക്കെ മാറേണ്ട ഒരു സ്ഥലമാണ് ബിഗ് ബോസ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വിഷയത്തില് നമുക്ക് അനുമോളെയും അങ്ങ് ന്യായീകരിക്കാനായിട്ടൊന്നുമില്ല. വീട്ടുകാരൊക്കെ ഒരുപാടങ്ങ് തെറ്റ് പറയാനുമില്ല. അവർക്ക് സമയത്തിന് ഫുഡ് കിട്ടിയില്ലെങ്കിൽ അവർ ചോദിക്കും. നാളെ അവർ കിച്ചൺ ടീമിൽ വന്നാൽ ഇവരും ചോദിക്കും. അത് സ്വാഭാവികമാണ്. എന്തായാലും ഇന്ന് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇതിന് ഡിലേ വന്നത്. അതിന് റീസൺ ഇതാണ്, ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി. വല്ല പരിപ്പ് കറിയോ അവരാരോ പറഞ്ഞിട്ട് പഞ്ചസാര വന്നാലും മതിയെന്ന്. ഇവർക്കൊക്കെ അത് കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഈ വലിയ ആളായിട്ട് വേലിയിരിക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്തിട്ടിട്ട് അതിന്റെ കടി വാങ്ങുന്ന ആളാണ് അനുമോള്. ഒരു കാര്യമില്ല, വേലി കിടക്കുന്ന പാമ്പിനെടാ ഇനി വാടാ മോനെ എന്നും പറഞ്ഞെടുത്ത് കഴുത്തിലിട്ടിട്ട് അതിന്റെ ചെവി കടിച്ചോന്ന് പറയും. അങ്ങനത്തെ ഒരാളാണ് അനുമോള്. ഒറ്റ ആവശ്യമില്ലാത്ത പണി ഏണി വെച്ച് പോയി വാങ്ങി വെക്കും, ഒരു കാര്യമില്ലാതെ. അവർക്ക് ഇത്തിരി പഞ്ചസാരയും ചപ്പാത്തിയും കൊടുത്താലും തിന്നനെ. ചമ്മന്തി അരച്ചിട്ടില്ലേ, വെറും ചമ്മന്തി അരച്ചു കൊടുത്താൽ അവർ തിന്നനെ. അല്ലെങ്കിൽ വെറും കുറച്ച് വെള്ളം കൂട്ടി ഒരു പരിപ്പോറി വെച്ച് കൊടുത്താൽ അവരെല്ലാം കൂടെ അത് തിന്നുകൊണ്ടിരുന്നേ. പക്ഷെ അതിന് പകരം ഇവിടെ വലിയ ആള് കളിക്കാൻ പോയിട്ടാണ്, ടേസ്റ്റി ഫുഡ് കൊടുക്കാൻ പോയിട്ടാണ് ഇപ്പൊ മറ്റുള്ളവരുടെ വായിലിരിക്കുന്ന മുഴുവൻ കേട്ടുപിടിച്ചത്. വല്ല കാര്യം ഉണ്ടോന്ന് ആലോചിച്ചത്. അനുമോള് സ്വയം ചിന്തിക്കുമ്പോൾ ഞാൻ ഇവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, അവർക്ക് നല്ല ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് കിട്ടിയത് അവരുടെ വായിരിക്കുന്നത്. ഇതുകൊണ്ടാണ് അനുമോള് കരയുന്നത്. ഇത് അനുമോള് ഒന്ന് ആലോചിക്കണം, എന്നാലും ഞാൻ എന്തിന് ഇതൊക്കെ ചെയ്യുന്നു, ഞാൻ ഇവർക്ക് കഴിക്കാൻ വേണ്ടിയല്ലേ ചെയ്യുന്നത്. പക്ഷെ അവർക്ക് അതിന്റെ സ്നേഹം എന്നോടില്ല, എന്നോട് നന്ദിയില്ല എന്ന് ഓർത്തിട്ട് ഓർത്തോർത്ത് കിച്ചണിൽ നിന്ന് കരയുന്ന ഒരു പരിപാടിയാണ് അനുമോള് കാണിക്കുന്നത്. സോ ഇത് നാച്ചുറലായിട്ട് സംഭവിച്ചു പോകുന്നതാണ്. ഇത് ആരെങ്കിലും വേണമെന്ന് ചെയ്യുന്നതല്ല. ഓരോരുത്തരുടെയും ഇന്റൻഷൻ ഓരോന്നാണ്. ചിലർക്ക് സമയത്തിന് ഫുഡ് കിട്ടാത്തതിന്റെ ദേഷ്യം, ചിലർക്ക് നല്ലപോലെ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് കൊണ്ട് അതിനു വേണ്ടി അവർ ട്രൈ ചെയ്യുന്നു. എന്നാൽ സമയത്തിന് നടക്കുന്നുമില്ല, മറ്റുള്ളവരെ വായിരിക്കുന്ന കേൾക്കുകയും ചെയ്യുന്നു എന്നുള്ള വിഷമം.
ഇതൊക്കെയാണ് നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലോകത്ത് നടക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. നമ്മളിൽ പലരെയും നമുക്ക് അതിനകത്ത് കാണാം. ഒന്ന് ശ്രദ്ധിച്ച് ഇരുത്തി നോക്കിക്കഴിഞ്ഞാൽ പലരുടെയും ജീവിതങ്ങളാണ് നമ്മൾ കണ്ടു